Welcome back to another session of Sustainable Engineering, Module 1, Lecture 2. Welcome all. Okay, in this class we are going to deal with the concept of sustainability. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റുകളാണ്. സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സസ്റ്റൈനബിലിറ്റി എന്താണ്, സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റിനെ കുറിച്ചൊരു ചെറിയ ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. 3 പില്ലേഴ്സ് പോലെ ഉണ്ട്. 3 പില്ലേഴ്സാണ് സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് എൻവയോൺമെൻറ്റ്, ഒന്ന് സോഷ്യൽ ആൻഡ് ഒന്ന് എക്കണോമിക്കലാണ്. നമുക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്നും സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി സസ്റ്റൈനബിലിറ്റി എന്നും എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി എന്നും പറയാം. ഓക്കെ, അപ്പം സസ്റ്റൈനബിലിറ്റിയുടെ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ ത്രൂ ഇൻ്റഗ്രേറ്റിംഗ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ വെൽഫെയർ ആൻഡ് എക്കണോമിക്കൽ പ്രോസ്പെരിറ്റി. മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർ ജനറേഷണൽ നീഡാണ്. ഓക്കെ, ഇന്റർ ജനറേഷൻ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് ദ കറന്റ് നീഡ്സ് വിത്ത് ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സും കറന്റ് ജനറേഷൻ്റെ നീഡ്സും ഒരുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടുപേരുടെ നീഡ്സും നമ്മൾ മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് എന്താണ്, നമ്മൾ എൻവയോൺമെൻറ്റലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, സോഷ്യൽ വെൽഫെയറും ഉണ്ടാവണം, അതുപോലെ തന്നെ എക്കണോമിക്കൽ പ്രോസ്പെരിറ്റീസും നമുക്ക് ഉണ്ടാകണം. അപ്പം ഇതാണ് ഒരു സസ്റ്റൈനബിലിറ്റിയുടെ കൺസെപ്റ്റ് of sustainability. For the world to be sustainable, the following 4 principles are to be addressed to them. നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആവണമെങ്കിൽ ഈ പറയുന്ന 3 പോയിന്റ്സ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതിനെ റെഡ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വേൾഡ് സസ്റ്റൈനബിൾ ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് അപ്പോൺ ഫോസിൽ ഫ്യൂവൽസുമായിട്ടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് അത് കുറയ്ക്കണം. റെഡ്യൂസ് ഡിപ്പെൻഡൻസ് അപ്പോൺ ദ സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. റെഡ്യൂസ് എൻക്രോച്ച്മെന്റ് അപ്പോൺ നേച്ചറിലേക്കുള്ള നമ്മുടെ കടന്നുകയറ്റം അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. മീറ്റ് ഹ്യൂമൻ നീഡ്സ് ഫെയർലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യകരമായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഫെയർ ആയിട്ടും അതുപോലെ തന്നെ എഫിഷ്യൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ കൺസെപ്റ്റ് ചെയ്യുകയോ നമ്മൾ ചെയ്യരുത്. കൺസെപ്ഷൻ നമ്മളെ എന്ത് ചെയ്യണം, ഹ്യൂമൻസിൻ്റെ കൺസെപ്ഷൻ ഒരു ഫെയർ ഡീലിങ്സ് ആയിരിക്കണം നേച്ചറുമായിട്ട്. അപ്പം ഈ കാര്യങ്ങളാണ്, ഈ 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു വേൾഡ് സസ്റ്റൈനബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ വേൾഡിന് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ 4 പ്രിൻസിപ്പിൾസും അറ്റൈൻ ചെയ്യാൻ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബാലൻസ്ഡ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വേൾഡ് നമുക്ക് നേടാൻ. കമ്മിങ് ടു ദ പോയിന്റ്, മോഡൽസ്. 2 മോഡൽസ് ആണ് മെയിനായിട്ട് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് 3 പില്ലർ മോഡലും അതുപോലെ തന്നെ എഗ് മോഡൽ എന്ന് പറയും. 3 പില്ലർ മോഡൽ അല്ലെങ്കിൽ 3 സ്പിയർ മോഡൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കും. 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ അറിയാം, നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ 3 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എൻവയോൺമെന്റ് ആണ്, ഒന്ന് എക്കണോമി ആണ്, അതുപോലെ തന്നെ ഒന്ന് സോഷ്യലാണ്. ഓക്കെ, ഈ 3 പില്ലേഴ്സ് ആണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു ആ ക്ലാസ്സുകളിൽ, എങ്ങനെയാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സോഷ്യലും എൻവയോൺമെന്റൽ അതുപോലെ തന്നെ എക്കണോമിക്കൽ ഈ മൂന്ന് സർക്കിൾസും
ഈ 3 പില്ലേഴ്സ് കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ആ ഒരു കോമ്പിനേഷൻസ്, മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻസ് ആണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ പോയിന്റ് ആണ് സസ്റ്റൈനബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സോഷ്യലി, എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഈ 3 ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്തിൽ തന്നെ പല കാര്യങ്ങൾ വരും എന്ന് പറയുമ്പോൾ, സോഷ്യലി ആണെങ്കിൽ നമുക്കുള്ള ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റീസ് അല്ലെങ്കിൽ ജസ്റ്റിസ്, ഓപ്പർച്യൂണിറ്റീസ്, സർവീസസ്, ഇൻഎക്സ്ക്ലൂസീവ്നെസ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സോഷ്യൽ എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ പില്ലർ എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ പില്ലർ എന്ന് പറയുന്നത് എനർജി റിന്യൂവബിൾ, കാർബൺ ഫുട് പ്രിന്റ്, വേസ്റ്റ് റിഡക്ഷൻസ്, ലാൻഡ് യൂസ് ആൻഡ് ഗ്രീൻ സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തേത് എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുവേർഡ്നെസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റുവേർഡ്നെസ്, റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അസസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്ത് പറയുന്നത്, ഹെൽത്തി പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ മൂന്നിന്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഇസ് ദ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതാണ് ഇതിനെ മൂന്നിനെയും കമ്പൈൻ ചെയ്യാതെ സോഷ്യലും എക്കണോമിക്കലും ആയിട്ടൊരു കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട്. സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ എന്താണ് സോഷ്യോ എക്കണോമിക്കൽ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. അവിടെ അക്സസിബിലിറ്റി ഉണ്ട്, അഫോർഡബിലിറ്റി ഉണ്ട്, ബിസിനസ് എത്തിക്സ് ഉണ്ട്, ലേബർ പ്രാക്ടീസസ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യലും എൻവയോൺമെന്റിലൂടെ ചേരുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടറിനെ നമ്മൾ സോഷ്യോ എൻവയോൺമെന്റിക്കൽ, സ്റ്റുവേർഡ്നെസ് ഉണ്ട്, എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഉണ്ട്, റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്. ഓക്കെ, എക്കണോമിക്കൽ, എൻവയോൺമെന്റ്, ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുന്ന എക്കണോമിയും അതുപോലെ തന്നെ എൻവയോൺമെന്റിലൂടെ കൺവേൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതെന്ന് പറയുന്ന എക്കണോമിക് എൻവയോൺമെന്റൽ എന്ന് നമ്മൾ പറയും. ഫുൾ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫെസിലിറ്റി ഡിസൈൻ, റിസോഴ്സ് എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ എനർജി, മെറ്റീരിയൽസ്, വാട്ടർ, ഇതിൻ്റെയൊക്കെ എഫിഷ്യൻറ്റ് റിസോഴ്സസ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻസ്. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്നാൽ മാത്രമേ നമ്മളുടെ എർത്ത് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിൽ നിന്ന് നമുക്ക് സസ്റ്റൈനബിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഇത് മൂന്നൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ ഹ്യൂമൻ ഹെൽത്തി ആവത്തുള്ളൂ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആവത്തതേ ഉള്ളൂ. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് എഗ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലെ എൻവയോൺമെന്റൽ ഡയമെൻഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡയമെൻഷൻസിനാണ് ലിറ്റിൽ കൺസേൺ നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു എഗ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷേപ്പാണ്. എക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പീപ്പിൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡലിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് റിസർച്ച് സെന്റർ IDR ആദ്യം കൊണ്ടുവന്ന് 1997 ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ 3 പില്ലർ മോഡലാണ്. അപ്പൊ അതിനുശേഷം ഹ്യൂമൻ വെൽബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ വെൽബീയിങ്ങിന് വേണ്ടി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗ് ഓഫ് സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്തുന്നത്. അത് 1994 ഇതിന്റെ ഒറിജിൻ ഉണ്ടാവുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUNA, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. IUN എന്ന് പറയുന്ന ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പറയുന്ന എഗ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് നമ്മൾ പറയുന്ന മോഡൽ. ഓക്കെ, അപ്പം എന്താണ് എഗ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഗ് ഓഫ് സസ്റ്റൈനബിലിറ്റി illustrate the relationship between people and ecosystem as a circle inside another circle. നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ ഒരു സർക്കിളിനകത്തിൽ വേറൊരു സർക്കിൾ അല്ലെ എലിപ്സിനകത്തിൽ വേറൊരു എലിപ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഒരു യോക്ക് ഓഫ് എഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. This implies peoples are within the ecosystem and
that ultimately one is entirely depends upon the other. എന്ന് പറയുന്നത് ഇതിനകത്തിലെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയുന്നത് എക്കോസിസ്റ്റമായിട്ട് ഡിപ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് പീപ്പിളുമായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻസുമായിട്ട് ഡിപ്പെൻഡ് ഉണ്ട്. എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആരോ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ എക്കോസിസ്റ്റത്തിൽ നിന്ന് പീപ്പിളിലേക്കും പീപ്പിളിൽ നിന്ന് എക്കോസിസ്റ്റത്തിലേക്കും ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. Just an egg is a good only when if both white and yolk are good. സെയിം നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം, നമ്മളിപ്പോൾ ഒരു എഗ്ഗിന്റെ കേസിൽ നമ്മൾ വൈറ്റ് നല്ലതാണെങ്കിൽ യോക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് സൊസൈറ്റി ഈസ് വെൽ ആൻഡ് സ്റ്റേബിൾ ഓൺലി ഇഫ് ദ ബോത്ത് പീപ്പിൾ ആൻഡ് എക്കോസിസ്റ്റം ആർ വെൽ. എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കൊരു വെൽ ആൻഡ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? എക്കോസിസ്റ്റവും പീപ്പിളും സ്റ്റേബിൾ ആവുന്ന കേസിലാണ് എന്ന് പറയുന്നത്. ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ വെൽബീങ് പ്ലസ് എക്കോസിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, SDA ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഹ്യൂമൻ പ്ലസ് എക്കോസിസ്റ്റം വെൽബീൻ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ആണ്. ഇപ്പൊ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇഫ് ദ എൻവയോൺമെന്റ് ഓഫേഴ്സ് ദ നെസസറി റിസോഴ്സസ്. സോഷ്യലും എക്കണോമിക്കലും ആയിട്ടുള്ള ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്യും എപ്പോഴാണ്? എൻവയോൺമെന്റ് നെസസറി ആയിട്ടുള്ള റിസോഴ്സസ് ഓഫർ ചെയ്യുമ്പോൾ. എക്കോസിസ്റ്റം ഈസ് ടു ബി റിഗാർഡഡ് ആസ് ദ സൂപ്പർ കോർഡിനേറ്റ് സിസ്റ്റം ടു the other dimensions of the triangle or prism model, social, economical and institution. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു സൂപ്പർ കോർഡിനേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ള കേസസിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സോഷ്യൽ എക്കണോമിക്കൽ കേസസ്. ബട്ട് ഈ കേസിൽ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എക്കോസിസ്റ്റത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ SD ഈസ് ഈക്വൽ ടു ഹ്യൂമൻ വെൽബീങ് പ്ലസ് എക്കോസിസ്റ്റം വെൽബീങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇംപ്ലിഫൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സൂപ്പർ കോർഡിനേറ്റ് സിസ്റ്റം എന്നല്ല. ഇംപ്ലിഫൈസ് ദാറ്റ് ദ എൻവയോൺമെന്റ് ഈസ് നോട്ട് എ സൂപ്പർ കോർഡിനേറ്റ് സിസ്റ്റം ബിക്കോസ് ഇറ്റ് അലൗസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്യാൻ occur if the human well-being goes up more than the ecosystem well-being falls. എന്ന് പറയുന്നത് the equation does not shows that the human well-being depends on the ecosystem. Ecosystem depends upon the ecosystem well-being and sustainability development as an whole. അതായത് ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ വെൽബീങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്കോസിസ്റ്റത്തിനെ അല്ല. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് എ ഹോൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹ്യൂമനെ എക്കോസിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഇത് ടോട്ടലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ടൈപ്പാണ് എൻവയോൺമെന്റൽ. അടുത്ത രണ്ട് കേസസ് ആണ്, രണ്ട് സ്പെഷ്യൽ മോഡൽസ് ആണ്. ഒന്ന് ബുൾ ഐ സസ്റ്റൈനബിലിറ്റി മോഡൽ എന്ന് പറയും. ബുൾ ഐ സസ്റ്റൈനബിലിറ്റി മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പം 3 സർക്കിൾസ് ഉണ്ട്, കൺസെൻട്രിക് ആയിട്ടുള്ള 3 സർക്കിൾസ് ഉണ്ട്. അതിനകത്തുള്ള ഒരെണ്ണം എൻവയോൺമെന്റലാണ്. ആ എൻവയോൺമെന്റിനകത്ത് സൊസൈറ്റി ഉണ്ട്, ആ സൊസൈറ്റി ഉണ്ട്, എക്കണോമി ഉണ്ട്. അപ്പം ഇതെല്ലാം എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് ബേസ് ഓഫ് ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം എന്താണ്? ഈ എൻവയോൺമെന്റിനകത്തിൽ സൊസൈറ്റി എൻവയോൺമെന്റിനകത്തിൽ വരുന്നു. ആ സൊസൈറ്റിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്തെന്ന് പറയാൻ പറ്റുന്നുള്ളൂ, എക്കണോമി എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ബെസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിൻസ് ദ എൻവയോൺമെന്റ് ഈസ് വാട്ട് ബീൻ സസ്റ്റെയിൻ ദ വേൾഡ് പോപ്പുലേഷൻ സിൻസ് ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻസ്. അതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്.
അടുത്തൊരു മോഡലാണ് മിക്കി മൗസ് മോഡൽ. ഷേപ്പ് കൊണ്ടാണ് ആ പേര് വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന അനദർ മോഡൽ ഇവിടെ എന്ന് പറയുന്നത് മിക്കി മൗസ് മോഡൽ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് കേസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റും സൊസൈറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്കണോമിയെ ആണ്. എക്കണോമിയാണ് ലാർജ്ലി ഓൺ എക്കണോമി ആണ്. ദ എക്കണോമി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നത്തിങ് ഈസ് nowhere without the environment and nature. എക്കണോമി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ കൺസെപ്റ്റിനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് എക്കണോമി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതെന്ന് പറയുന്നത് നേച്ചറും സൊസൈറ്റിയും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന എക്കണോമി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് മോഡലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ രണ്ട് മോഡലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇനി നോക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ആ 3 പില്ലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്പിയേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് സോഷ്യൽ, എൻവയോൺമെന്റൽ ആൻഡ് എക്കണോമിക്കൽ ആണ്. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ 3 കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, അത് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ പോയിന്റ് ടു സോഷ്യൽ വെൽബീങ് ആൻഡ് ഹാർമണി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. നമുക്കറിയാം ബ്രോഡ്ലി നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ ദ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എക്സാമിൻസ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ആർ എഫക്റ്റഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ സസ്റ്റൈനബിലിറ്റിയുടെ സോഷ്യൽ കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പും ഇന്ററാക്ഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് അഫക്റ്റഡ് ബൈ സസ്റ്റൈനബിലിറ്റി ആണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ വെൽബീൻ, ആ സോഷ്യലിന്റെ വെൽബീൻ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദ ഐഡിയ ദാറ്റ് ദ ഫ്യൂച്ചർ ജനറേഷൻ ഷുഡ് ഹാവ് ദ സെയിം ആൻഡ് ഗ്രേറ്റർ ആക്സസ് ടു ദ സോഷ്യൽ റിസോഴ്സസ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും ആ ഫ്യൂച്ചർ ജനറേഷനും ഓൾ സെക്ഷൻസ്, അതിലുള്ള എല്ലാ സെക്ഷൻസും എന്ന് പറയുമ്പോൾ പൂവേഴ്സ് ആയാലും റിച്ച് പീപ്പിൾസ് ആയാലും ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈക്വൽ ആക്സസ് ഉണ്ടാവണം ബേസിക് റിസോഴ്സസ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാവണം. ആസ് ദ കറന്റ് ജനറേഷൻ വിച്ച് ഈസ് ഇന്റർ ജനറേഷണൽ ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാവണം. ഹ്യൂമൻ വാല്യൂസ് ആൻഡ് റിലേഷൻഷിപ്പ് ഷുഡ് ബി ഗിവൺ ഇമ്പോർട്ടൻസ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹ്യൂമൻ വാല്യൂസിനും റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനകത്തില് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഫോക്കസ് ചെയ്യുന്ന 2 ഐഡിയാസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാ ജനറേഷണൽ ഇക്വാലിറ്റിയും ജനറേഷണൽ ഇക്വാലിറ്റിയുമാണ്. ഇൻട്രാ ജനറേഷൻ ഇക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഫ്യൂച്ചർ ജനറേഷനും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ സെയിം ആയിട്ട് ഒരു ഗ്രേറ്റർ ആക്സസ് സോഷ്യൽ റിസോഴ്സിനെ അല്ലെങ്കിൽ ബേസിക് സോഷ്യൽ റിസോഴ്സിനെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ഇൻട്രാ ജനറേഷൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇൻട്രാ ജനറേഷൻ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ പല വേർതിരിവുകൾ ലെവൽസ് ഉണ്ട്. ആ ലെവൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഈക്വലി ആക്സസ് ചെയ്യാൻ പറ്റണം സോഷ്യൽ റിസോഴ്സസിന് വിത്തിൻ ദ കറന്റ് ജനറേഷൻ. അപ്പം അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു റിച്ച് പൂവർ പീപ്പിൾസ് ഉണ്ട്. അപ്പം അവർക്ക് ഈക്വൽ ആയിട്ട് അത് ആ ഒരു ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നേഷൻസ് തമ്മിലുണ്ട് വിത്തിൻ ദ നേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. നേഷൻസ് തമ്മിൽ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു നേഷനും ഡെവലപ്ഡ് നേഷൻസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഇന്ററാക്ഷൻസ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അതാണ് 2 ഐഡിയാസ് ഫോക്കസ് ചെയ്യുന്നത്.
കമ്മിങ് കോർ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ, കോർ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് പിന്നെ ഗ്രോത്ത്, ഇക്വാളിറ്റി ആണ്. ഈ 3 വാല്യൂസിനെയും അല്ലെങ്കിൽ കോർ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ വാല്യൂസ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫിലൂടെ. ഗ്രോത്ത് ഉണ്ടാവണം, ഈക്വാലിറ്റി ഉണ്ടാവണം. ഈ 3 എണ്ണമാണ് കോർ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സോഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഇക്വാലിറ്റബിൾ ആണ്, ഡൈവേഴ്സ് ആണ്, ഡെമോക്രാറ്റിക് ആണ്, അതുപോലെ തന്നെ പ്രൊവൈഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്കറിയാം, ഒരു സോഷ്യലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺട്രി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയുമ്പോൾ, അവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. ഡൈവേഴ്സ് റിസോഴ്സസ് ഉണ്ടാവണം. ഡെമോക്രാറ്റിക് ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് ഡിഫൈൻ. Hence, weakest among of the 3 spheres of sustainability. Universal disagreement on what the quality of life goal should be. Okay. പിന്നെ മെഷേഴ്സ്, ഏതൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ? അതിനകത്തിൽ ഒന്നെന്ന് പറയുന്നത് അലിവേറ്റഡ് അല്ലെങ്കിൽ അലിവേറ്റഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലെസൺ അല്ലെങ്കിൽ ലെസ് എന്നാണ്. ലെസൺ പോവർട്ടി എന്ന് തന്നെയാണ്. പ്രൊവൈഡ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ ആൻഡ് സേഫ്റ്റി ടു ഓൾ സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി. പ്രൊവൈഡ് നെസസറി ബേസിക് എഡ്യൂക്കേഷൻ ടു ഓൾ. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ സൊസൈറ്റി. പ്രൊവൈഡ് ആഡിക്വേറ്റ് sanitation to all. Provide adequate food security to all. Provide adequate and comfortable shelter to all. Provide drinking water to all. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറയുന്ന മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എൻഷ്യൂർ ചെയ്യാൻ വേണ്ടി. അതിന്റെ കൂടെ തന്നെയുണ്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ഫോർ ദ പീപ്പിൾസ് ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് by the active participation of all stocks, the public administration and politicians. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ വേണ്ടി പല കമ്മ്യൂണിറ്റീസും പല NGOസും പല അഡ്മിനിസ്ട്രേഷൻ ലെവൽസും ഗവൺമെന്റ്സും പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസും അതുപോലെ തന്നെ പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യാറുമുണ്ട്, പ്ലാൻ ചെയ്യാറുമുണ്ട്. ഓക്കെ, അപ്പം ആ പ്ലാൻ ചെയ്യാറുള്ള ഇംപ്ലിമെന്റ് ചെയ്യാറുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് എല്ലാ ഏരിയയിൽ നിന്നും നമുക്കുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് സോഷ്യലി സ്റ്റേബിൾ ആക്കാൻ നമ്മുടെ സൊസൈറ്റിയെ നമുക്ക് പറ്റുള്ള, കമ്മ്യൂണിറ്റിയെ നമുക്ക് പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലിനെ കുറിച്ച് പറഞ്ഞു, സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ കേസ്, രണ്ടാമത്തെ പില്ലർ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്പിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ബൈ ലിവിങ് വിത്തിൻ ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് സപ്പോർട്ടിങ് ഇക്കോസിസ്റ്റം. നമുക്ക് നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന കപ്പാസിറ്റി അതിനെ എക്കോസിസ്റ്റത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു സാധനം ഒരു നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് ഇക്വലൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺസപ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ച് അതുപോലെ കൺസപ്ഷൻ ചെയ്യുന്നതിന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് തിരിച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ എന്താണ്, ഡീഗ്രേഡൈസേഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. അതിന്റെ കാരണത്താൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാസ്റ്ററായിട്ട് കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ റീബളിഷ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ ഡീഗ്രേഡൈസേഷൻ ഓഫ് എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഡീഗ്രേഡൈസേഷൻ ഓഫ് എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന കാരണം, ഈ ഇങ്ങനെയുള്ള എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസസ് അല്ലെങ്കിൽ സം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ
റീഫ്രഷ്മെന്റ് ചെയ്യുന്നു. രണ്ട് രീതിയിലും നമുക്ക് പറയാം. ഡിഗ്രേഡേഷൻ ഓഫ് എൻവയോൺമെന്റൽ ഉണ്ടാവുന്നത് കാരണവും എന്ത് ചെയ്യുന്നു, നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു നമ്മൾ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. Environmental sustainability demands the society design activities to meet human needs while preserving the life supporting system of the planet. Life supporting system of the planet. The environmental sustainability എന്ന് പറയുന്നത് society designed activities to meet human needs. Human needs meet ചെയ്യാണ് while preserving the life supporting system of planet. Okay. കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ കൺസപ്ഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്. ലെസ് ദാൻ ദ നേച്ചർ എബിലിറ്റി ടു റിപ്ലേസ്മെന്റ് ആണെങ്കിൽ എൻവയോൺമെന്റലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിന്യൂവബിൾ ചെയ്യാൻ പറ്റും അല്ലെ, സസ്റ്റൈനബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈക്വലായിട്ട് നമ്മൾ നേച്ചറിന്റെ എബിലിറ്റിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റൽ ഇക്വിലിബ്രിയം അതും ഓക്കെയാണ്, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. പക്ഷെ മോർ ദാൻ നേച്ചർ എബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുന്നു, അവിടെയാണ് എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ ഉണ്ടാവുന്നത്, നോട്ട് സസ്റ്റൈനബിൾ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ രണ്ട് ലെവല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻവയോൺമെന്റൽ ഉള്ളതിനേക്കാൾ കുറച്ച് നമ്മൾ എടുത്തു, ഓക്കെ, അപ്പം എൻവയോൺമെന്റ് റിന്യൂവബിൾക്ക് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിൾ ആണ്. പക്ഷെ എൻവയോൺമെന്റൽ ഈക്വൽ ആയിട്ടും നമ്മൾ എടുക്കുവാണെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ആയി പോകുന്നുണ്ട്, സ്റ്റഡി ആണെന്ന് പറയാം. പക്ഷെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിൽ എൻവയോൺമെന്റ് ഡീഗ്രേഡേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. മേക്ക് പോസിബിൾ ഡിസിഷൻസ് ടു റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. അടുത്ത കേസ് എന്ന് പറയുന്നത് measures should be implemented for ensuring the environmental sustainability. Optimize the utilization of our natural resources. Natural resources in the utilization optimize here. Tapping more renewable resources such as solar power, wind power, tidal power, etc. Minimizing water pollution, solid waste generated, noise pollution, etc. Popularizing the public transport system to reduce the earth pollution, etc. Maintaining the environmental equality and ecological balance in the environmental activities to pave the way for a green future. Create awareness public and motivate them to participate in the environmental improvement program. The law should be made more stringent and principles of PPP, polluter pay principles should be strictly enforced. ഇതാണ് എന്താ പറയുക എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നതിന്റെ നമുക്ക് പറയാൻ പറ്റുന്നത്, അതിനെ എൻഷുർ ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ പോയിന്റ്സ് ആണ്. മെയിൻ ആയിട്ട് പറയുന്നത് ടാപ്പിംഗ് മോർ റിന്യൂവബിൾ റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ കൂടുതൽ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. മറ്റേ ഫോസിൽ ഫ്യൂവൽസ് അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. മിനിമൈസിങ് ദ വാട്ടർ പൊല്യൂഷൻസ്, ഒപ്റ്റിമൈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പിന്നെ പോപ്പുലറൈസിങ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ നമുക്ക് അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിയേറ്റ് അവയർനെസ് ഓൺ പബ്ലിക് ആൻഡ് മോട്ടിവേറ്റ് ദം ടു പ്രാക്ടീസ് ഇൻ എ എൻവയോൺമെന്റൽ ഇംപ്രൂവ്ഡ് പ്രോഗ്രാംസ്. ഓക്കെ, മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ദ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഐഡന്റിഫൈ വേരിയസ് സ്ട്രാറ്റജീസ് that make it possible to use available resources in such a way that it is both efficient, responsible and provide long-term benefits. എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ആ സിനാരിയോ എന്ന് പറയുന്നത്, എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു എക്കണോമിക്കൽ ഗ്രോത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എഫിഷ്യൻ്റ് ആയിട്ടും റെസ്പോൺസിബിൾഡ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസോഴ്സസിനെ അത് യൂട്ടിലൈസ് ചെയ്യണം. പ്രസന്റ് മോണിറ്ററി ടേംസ് ആണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അസറ്റ്, റിസോഴ്സസ്, റിട്ടേൺ ജനറേഷൻ ഇൻ ടേംസ് ഓഫ് മണി, ഇതിനെല്ലാമാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സൈമിൾട്ടേനിയസ്ലി ഇംപ്രൂവ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ
ഈ എക്കണോമിക്കൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആവുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈമൾട്ടേനിയസ്ലി നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഓഫ് ദ എൻവയോൺമെന്റലിന്റെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് ആണ് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് തരുന്നത്. എക്കണോമിക്കൽ ഗ്രോത്ത് ഈസ് സസ്റ്റൈനബിൾ ഇഫ് ഇറ്റ് ഈസ് സൈമൾട്ടേനിയസ്ലി ഇംപ്രൂവ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ദാറ്റ് ഓഫ് ദ എൻവയോൺമെന്റ്. നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈമൾട്ടേനിയസ്ലായിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നു. എക്കണോമിക്കൽ ഗ്രോത്ത് സസ്റ്റൈനബിൾ ആണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ലൈഫിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എൻവയോൺമെന്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് ഷുഡ് മേക്ക് പ്രോഫിറ്റ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് മച്ച് എൻവയോൺമെന്റൽ ഹാംസ്. എൻവയോൺമെന്റൽ ഹാംസ് ഇല്ലാതെ, കൂടുതൽ എൻവയോൺമെന്റൽ ഹാംസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് ആയാലും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ആയാലും നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ആവറേജ് റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നതായിരിക്കണം അവർ സസ്റ്റൈനബിളിന് വേണ്ടി വേണ്ടത്. അറ്റ് ദ സെയിം ടൈം പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ അൺസ്റ്റേബിൾ ആയിരിക്കരുത്. അറ്റ് ദ സെയിം ടൈം പോപ്പുലേഷൻ ഈസ് എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് ഈസ് ടോട്ടലി അൺസ്റ്റേബിൾ. അപ്പം അങ്ങനെയുള്ള കേസിൽ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്, അവിടെ പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത് ലെസ് ആണ്, വിച്ച് ഈസ് സ്റ്റേബിൾ. അതെന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത് ലെസ് ആയതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. ബട്ട് റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഹൈ ആണ്, വിച്ച് ഈസ് അൺസ്റ്റേബിൾ ആണ്. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിൽ റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ആവറേജ് ആണെന്ന് പറയാം, സ്റ്റേബിൾ ആണെന്ന് പറയാം. പോപ്പുലേഷൻ എന്ന് പറയുന്ന എക്സ്പ്ലോർഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ ആണ്. ദ ചാലഞ്ച് ഓഫ് സസ്റ്റൈനബിലിറ്റി ഈസ് scrubbed and managed Western developing world without Western development style consumption. At the same time, rising the standard of living of impact. നമുക്ക് എക്കണോമിക്കൽ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്ന വേരിയസ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിലാണ് റിസോഴ്സ് കൺസപ്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്, അവിടെ ഹൈ ആണ്. പക്ഷെ അവിടെ നിന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത് ലെസ് ആണ്. അപ്പൊ അവിടെ സസ്റ്റൈനബിൾ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, മെഷേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഈ എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഷുഡ് ബി ദ സ്റ്റേബിൾ പ്രോഫിറ്റബിലിറ്റി ഓവർ ലോങ് ടൈം കപ്പിൾഡ് വിത്ത് റെസ്പോൺസിബിൾ യൂസ് ഓഫ് റിസോഴ്സ് ആൻഡ് ക്രിയേറ്റിംഗ് നോ ഓർ ലെസ് എൻവയോൺമെന്റൽ കൺസെപ്റ്റ്. അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ഹാം ചെയ്യാതെ നമ്മൾ ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടണം. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അതിന് വേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഒപ്റ്റിമൈസ് യൂസ് ഓഫ് റോ മെറ്റീരിയൽസ്, മെയിൻറ്റെയിനിങ് എ സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം ടു ദ വർക്കേഴ്സ് ടു എൻഷുർ ദെയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇൻസെന്റീവ് ഷുഡ് ബി ഗിവൺ ടു ഗ്രീൻ ബിസിനസ് ഓവർ പ്രോജക്ട്സ്. Cause no or less harm to the environmental. Investment should be made at the right time of the industrial expansion. Proper R&D activities should be carried out to adopt economical friendly and economic production techniques in the industry. Awareness should be created among workers about environmental friendly practices and motivate them to work more efficiently by providing incentive. Value-added products should be made along with the real products from the industries. ഇൻഡസ്ട്രീസിൽ നിന്ന് വാല്യൂ-ആഡഡ് പ്രോഡക്ട്സിൻ്റെ കൂടെ തന്നെ റിയൽ പ്രോഡക്ട്സും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, കമ്പനി എൻവയോൺമെന്റിലേക്ക് എത്തിക്കണം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ട മെഷേഴ്സ് എന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂസ് ഓഫ് റോ മെറ്റീരിയൽസിന്റെ ഒപ്റ്റിമം യൂസ്, മെയിൻറ്റെയിനിങ് എ സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം to the workers to ensure their quality of life. പിന്നെ ഇൻസെന്റീവ് നമുക്ക് കൊടുക്കണം. ജോബ് പ്രാക്ടീസസ് എങ്ങനെയുള്ളതെന്ന് പറയുമ്പോൾ എൻവയോൺമെന്റിനെ ഹാം ചെയ്യാത്ത ജോബ് പ്രാക്ടീസസ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം ഫോർ ദ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ. ഓക്കെ,
ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ മെഷേഴ്സ് എന്ന് പറയുന്നത്.